എല്ലാ പ്രിയ പ്രേക്ഷകർക്കും കാരവൽ മീഡിയയുടെ ഓണാശംസകൾ. ഇന്ന് നമ്മളോടൊപ്പം രണ്ട് അതിഥികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. കേരളത്തിൻ്റെ പ്രിയ നടനായ ജയസൂര്യ ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ മനു ശ്രീബാല ചേട്ടനും കന്നഡ സിനിമയിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ച ബാലകൃഷ്ണൻ മാസ്റ്ററുമാണ്. നമസ്കാരം. രണ്ടുപേരെയും കാരവൽ മീഡിയയുടെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് ഈ ഒരു സോഷ്യൽ മീഡിയ രംഗത്തേക്ക് വന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ ഏകദേശം നമ്മുടെ കൊറോണ ടൈം, അതായത് 2023-4 വർഷം മുമ്പ് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് 2 മാസം ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെറുതെ മുമ്പ് ഞാൻ ഈ താടി ഇങ്ങനെ വളർത്തുമായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താടിയൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ടിക്ടോക്ക് ഡൗൺലോഡ് ചെയ്ത് വെറുതെ ഒരു രസത്തിന് വേണ്ടിയിട്ട്, അന്ന് ജയേട്ടൻ അനുകരിച്ചിട്ടൊന്നുമില്ല, വെറുതെ ഇങ്ങനെ കണ്ട മൂവീസിൻ്റെ ക്ലിപ്പൊക്കെ എടുത്ത് ഞാൻ അനുകരിക്കാൻ തുടങ്ങി. അങ്ങനെ വീഡിയോ ചെറുതായിട്ട് ഞാൻ ടിക്ടോക്കിൽ ഇടുമ്പോൾ 1-2 ആൾക്കാർ എന്നോട് പറഞ്ഞു, ജയസൂര്യനെ ഒന്ന് അനുകരിച്ച് നോക്ക്, താടിയൊക്കെ കാണുമ്പോൾ ചെറിയൊരു കട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആദ്യം തമാശയായിട്ട് അത് എടുത്തത്. പിന്നെ ഞാൻ മെല്ലെ മെല്ലെ ചെയ്തു നോക്കി. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഞാനത് ഒരു സ്ഥിരമാക്കി. കാരണം എന്ന് വെച്ചാൽ ആൾക്കാർ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ വീണ്ടും വീണ്ടും ജയേട്ടൻ്റെ കുറച്ച് മൂവീസ് എടുത്ത് ചെയ്ത്, അങ്ങനെ അവസാനം ഞാൻ ഷാജി പാപ്പൻ അതേ ലുക്കിൽ, അതായത് താടിയൊക്കെ മീശയൊക്കെ അതേപോലെ, ഞാൻ ഇന്നുവരെ ഒരു വീഡിയോസിനും ഇത് വിഗ് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എല്ലാം ഒറിജിനലായിട്ടാണ്. പ്രേതത്തിന് മുട്ടയടിച്ചത് അമറക് ബ്രന്തോണി അതേ സ്റ്റൈലായിരുന്നു, ഷാജി പാപ്പൻ അതേ സ്റ്റൈലിൽ. അങ്ങനെ ഷാജി പാപ്പൻ ആദ്യമായിട്ട് ഇങ്ങനെ മൊബൈലൊന്ന് ചെയ്തു ഒരു ദിവസം വീട്ടിൽ നിന്ന്. അങ്ങനെ ആ വീഡിയോ ആയിരുന്നു വൈറലായി. ജയേട്ടൻ ഇത് കണ്ട് നേരിട്ട്, അങ്ങനെയാണ് ജയേട്ടൻ എന്നെ ആദ്യമായിട്ട് വിളിക്കുന്നത്. എന്നുവെച്ചാൽ എൻ്റെ നമ്പർ സംഘം ജേട്ടൻ എന്നെ വിളിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു ദിവസം കൊച്ചിയിൽ വാന്ന് പറഞ്ഞ്. പിന്നെ സത്യം പറഞ്ഞാൽ ജയേട്ടൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു അതിന് ശേഷം. പിന്നെ അതിന് ശേഷം ഞാനിത് കണ്ടിന്യൂ ചെയ്തു. ആദ്യം മൊബൈലിലായിരുന്നു, ഇപ്പോൾ മൊബൈൽ ഫോൺ മാറ്റി, ഇപ്പോൾ സ്ഥിരമായിട്ടൊരു ക്യാമറ ചെയ്യുന്നൊരു പയ്യനുണ്ട്. അങ്ങനെ ക്യാമറയിൽ തന്നെയാണ് ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത്. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, അതുകൊണ്ട് നിർത്താൻ തോന്നില്ല, പിന്നെ കണ്ടിന്യൂ ചെയ്തു. ഇപ്പോൾ ജയേട്ടനെ മാത്രമേ എനിക്കുള്ളൂ. ജയേട്ടൻ്റെ ഏകദേശം എല്ലാ മൂവീസും ഞാൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഈ ഓരോ വീഡിയോയുടെ പിന്നിലും എത്ര ദിവസത്തെ അധ്വാനം ഉണ്ടെന്നൊന്ന് പറയാമോ? തീർച്ചയായിട്ടും കുറേ ദിവസത്തെ അധ്വാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു മൂവീസ് ചെയ്യുമ്പോൾ, സാധാരണ എനിക്കിപ്പോൾ സൺഡേ മാത്രമാണ് ജോലിയിൽ നിന്ന് ലീവ് കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ ഒരു മൂവീസ് ചെയ്യുമ്പോൾ ആ മൂവിയിൽ ഒരു 10-20 വീഡിയോസ് ക്ലിപ്പ് ഞാൻ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യും. കാരണം ആ ഫിഗർ എനിക്ക് ഡെയിലി മാറ്റാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഷാജി പാപ്പൻ്റെ ഫിഗർ എടുത്താൽ എനിക്ക് ഷാജി പാപ്പൻ്റെ വീഡിയോ അന്ന് തീർക്കണം. കാരണം പിറ്റേ ദിവസത്തേക്ക് ആ ഫിഗർ വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒന്നിച്ച് ഞാൻ ചെയ്യും. ഒന്നിച്ച് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഈ വീഡിയോസ് ഒരു മാസം മുമ്പേ ഞാൻ പ്രിപ്പയർ ചെയ്യും. ഏതൊക്കെ സീനാണ് ചെയ്യേണ്ടത് കട്ട് ചെയ്ത് വെക്കും. മൂവി ഡൗൺലോഡ് ചെയ്ത് കട്ട് ചെയ്ത് വെക്കും. പിന്നെ അതിലുള്ള കോസ്റ്റ്യൂംസ്, അതിലെ കഥാപാത്രത്തിലുള്ള കോസ്റ്റ്യൂംസ് ഒരു 100% ഞാൻ അതേപോലെ ആക്കാൻ നോക്കും. പക്ഷേ എല്ലാം 100% ആവില്ല. എന്നാലൊരു 90% ഞാൻ ആ കോസ്റ്റ്യൂംസ് വരെ കൊണ്ടുവരാൻ നോക്കും. പിന്നെ ഇത് ഡെയിലി നോക്കുന്നതുകൊണ്ട് ജയേട്ടൻ്റെ ഓരോ മൂവ്മെൻറ്റ്, ആ കഥാപാത്രത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും അത് ബൈ ഹാർട്ട് ഞാൻ ഒന്നും പഠിക്കില്ല, ഡയലോഗും ഇതൊന്നും പഠിക്കില്ല. ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിലത് വരും. പിന്നെ ഞാനത് 100% നമ്മളിപ്പോൾ ഒരു വ്യക്തിനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ അതിനോട് നീതി പുലർത്തണമല്ലോ. അദ്ദേഹത്തിന് ചീത്തപ്പേര് വരാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ 100% നീതി പുലർത്തിയിട്ടാണ് ആ വീഡിയോസ് ചെയ്യുന്നത്. ഞാൻ എല്ലാ വീഡിയോസും ചെയ്ത് ആദ്യം അയച്ചു കൊടുക്കാറ് ജയേട്ടനാണ്. ആദ്യം ഞാൻ വാട്സപ്പ് ചേട്ടൻ അയച്ചു കൊടുക്കും, ചേട്ടൻ ഞാൻ ഇന്ന് മൂവീസ് ചെയ്തിട്ടുണ്ട്, ചേട്ടനൊന്ന് നോക്കണം, നോക്കിയിട്ട് നല്ല അഭിപ്രായം എന്നോട് പറയും. അപ്പോൾ അതിന് ശേഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ജയേട്ടൻ നല്ല സപ്പോർട്ടായിരുന്നു. നീ ധൈര്യമായി ചെയ്തോ, ഞാനുണ്ട് കൂടെ എന്നാണ് എന്നോടൊരു പ്രാവശ്യം പറഞ്ഞത്. പിന്നെ ഞാനെടുക്കുന്ന എഫേർട്ട് ജയേട്ടന് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിങ്ങനെ തുടർന്ന് പോകുന്നു. ഇപ്പോൾ 2-3 ദിവസം മുമ്പ് ജയേട്ടനെ വീണ്ടും ഞാൻ കണ്ടുമുട്ടി. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി, അല്ലാണ്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ചേട്ടൻ നമ്മുടെ കാരവൽ മീഡിയയുടെ ഒരു വെബ് സീരീസിൽ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷം പങ്കുവെക്കാമോ? അതിൻ്റെ വിശേഷം എന്ന് വെച്ചാൽ ഇപ്പോൾ 2 എപ്പിസോഡ് കഴിഞ്ഞു. ആദ്യത്തെ എപ്പിസോഡ് നല്ലൊരു വിജയമായിരുന്നു. കാരണം നമ്മൾ പുതിയതായിട്ട്, എല്ലാ ആൾക്കാരും പുതിയതായിട്ട് അഭിനയിക്കുന്നവരാണ്. അപ്പോൾ ഈ വെബ് സീരീസിൽ എന്നെ ആദ്യമായിട്ട് വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. കാരണം എന്ന് വെച്ചെങ്കിൽ ഞാനിപ്പോൾ ജയേട്ടൻ്റെ വീഡിയോസ് മാത്രം ചെയ്തുകൊണ്ടുള്ള സമയമാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് ഡയറക്ടർ കണ്ടു, ഇങ്ങനെ ഒരു വെബ് സീരീസ് ഉണ്ട്, അഭിനയിക്കാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ അഭിനയിക്കാമെന്ന് പറഞ്ഞു. കാരണം അഭിനയം സത്യം പറഞ്ഞാൽ ഒരു ലഹരിയാണ്. ചെറുപ്പത്തിൽ സ്കൂളിൽ 5ാം ക്ലാസ് മുതലേ നാടകത്തിൻ്റെ സ്റ്റേജിൽ കയറി, കോളേജിലും സ്കൂളിലൊക്കെ നാടകത്തിൽ അഭിനയിച്ച്, പിന്നെ നമുക്ക് കുറച്ച് കാലം അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഒന്നും കിട്ടിയില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയ വന്നതോട് കൂടിയിട്ടാണ് വീണ്ടും നമ്മളെ ഉള്ളിലുള്ള കഴിവ് പുറത്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയത്.
അപ്പോൾ വിളിച്ചപ്പോൾ നല്ല സന്തോഷമായി. ഇപ്പോൾ എപ്പിസോഡ് കഴിഞ്ഞു, ഇനിയും എപ്പിസോഡ് ചെയ്യാനുണ്ട്. നല്ലൊരു കഥയാണ്, ഒരു കോമഡി നിറഞ്ഞു നിൽക്കുന്ന ഒരു വെബ് സീരീസാണ്. നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നല്ല ഇനിയിപ്പോൾ മൂന്നാമത്തെ എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുണ്ട്. നന്നായിട്ട് പോകുന്നുണ്ട്. സാറേ ആകെ ഗതികേടില്ല സാറേ. ഇത് വലിക്കാൻ പോയില്ലേ വീടും ക്ലബ്ബൊക്കെ 50 പവന്റെ സ്വർണ്ണ കപ്പ. 50 പവന്റെ കപ്പയാ? 50 പവന്റെ കപ്പയല്ല, 50 പവന്റെ. അവൻ വെറുതെ എന്നെ മൂപ്പിക്കാൻ വേണ്ടിട്ട് അത് കേട്ട് വാ വിളിക്കാൻ നീ പേടിച്ചു. ഡെയിലി ഓരോരുത്തരുമാരാണല്ലോ കൊണ്ടുവിടണത്. ഇവിടെ സിനിമാറ്റിക് ഡാൻസിൽ എന്റെ കൂടെ ഓർഫനേജില് ആഞ്ചലീന എന്ന് പറഞ്ഞൊരു കുട്ടി പഠിച്ചിരുന്നു. എന്റെ മാജിക് എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടമായി. ജർമ്മൻ അല്ലയോടാ ലേലം സിനിമയില് MG സോമൻ പറയത്തില്ലേ? ചേട്ടൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എങ്ങനെയായിരുന്നു? സിനിമയിലേക്കുള്ള അരങ്ങേറ്റം എന്ന് വെച്ചാൽ അത് ബഹുരസമാണ്. അതായത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു സിനിമ ഫീൽഡിലേക്ക് എത്തിപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ഓഡിഷൻ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അതായത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്, കാസർഗോഡ് തൊട്ടടുത്ത് കൂടുതൽ പറഞ്ഞൊരു സ്കൂളിൽ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അയാളാണ് എന്നെ ഒരു പക്ഷേ ഞാൻ സിനിമ ഫീൽഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി. അപ്പോൾ എനിക്ക് എല്ലാ ക്രെഡിറ്റും അയാൾക്കുള്ളതാണ്. എൻ്റെ ഒരു സുഹൃത്ത്, അയാളെ ഞാൻ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു മാഷ്, യതീഷ് കുമാർ റൈ എന്നൊരു മാഷാണ്. യതീഷ് കുമാർ റൈ ഒരു മാഷാണ്. ആ കോള് വന്നപ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? കോള് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ല, അതിന് നമ്പർ സേവ് ചെയ്ത കോളല്ല. വിളിച്ച് അവർ അഭിപ്രായം പറയുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഞാൻ എന്താണ് എന്ന് എനിക്ക് ഒരു പറയാൻ പറ്റാത്തൊരവസ്ഥ. അത്രയ്ക്കും ഒരു സന്തോഷം തന്നെയാണ്. കാരണം ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ട്. അപ്പോൾ ആ ആഗ്രഹം സഫലീകരിച്ചല്ലോ എന്നുള്ള ഒരു ഭയങ്കരമായ സന്തോഷം എന്ന് തന്നെ പറയാം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് വന്ന് പെട്ടത്. ഇപ്പോൾ എത്ര സിനിമകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്? അത് കഴിഞ്ഞ് പിന്നെ 3 സിനിമകൾ ചെയ്തു. 3-ൽ ഒരെണ്ണം തുളുവായിരുന്നു. ഒരെണ്ണം അതിലും എനിക്ക് മറ്റൊരു ഇതാണ് പറയാനുള്ളത്. അതായത് നമ്മൾ മരിച്ചുപോയ നമ്മുടെ പുനീത് സാറുണ്ടല്ലോ, രാജ്കുമാറിൻ്റെ മകൻ. പുനീത് സാറിൻ്റെ ഒരു യുവരത്ന എന്നുള്ളൊരു സിനിമയിൽ ഒരു ചെറിയ റോള് ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിച്ചു. പുനീത് സാർ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അത് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഒരു തുളു സിനിമയാണ് ചെയ്തത്. അത് GTK എന്നാണ് അതിൻ്റെ പേര്. അത് അവാർഡിന് വേണ്ടിയിട്ട് തന്നെ ചെയ്ത ഒരു പടമാണ്. അപ്പോൾ അതിന് നാഷണൽ അവാർഡ് കിട്ടിയതാണ്. ഈ ആദ്യത്തെ പടത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതിന് നാഷണൽ അവാർഡ് കിട്ടി. മൂന്നാമതിപ്പോൾ ഒരെണ്ണം ചെയ്ത് അതിൻ്റെ വർക്ക് നടക്കുന്നതേ ഉള്ളൂ, റിലീസായിട്ടില്ല. ലാഫിംഗ് ബുദ്ധ എന്ന് പറയുന്ന ഒരു സിനിമ ഇപ്പോൾ റെഡി ആവുന്നുണ്ട്. ഡബിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാണ്ട് ഈ വർഷം അവസാനം റിലീസ് ഉണ്ടാവും. ഇതാണ് സിനിമയുടെ ഒരു കഥ. മലയാള സിനിമയിലേക്ക് എന്തെങ്കിലും അവസരം വന്നിട്ടുണ്ടോ? മലയാള സിനിമയിലേക്ക് അവസരങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു മലയാള സിനിമയിലെങ്കിലും മുഖം കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുവരെ അങ്ങനെയുള്ള ചാൻസൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ വലുതായിട്ട് പ്രയത്നിച്ചിട്ടില്ല, പക്ഷേ എങ്കിലും എനിക്കൊരു ആഗ്രഹമുണ്ട്. ആരുടെ കൂടെ അഭിനയിക്കാനാണ് കൂടുതൽ താല്പര്യം? നേരത്തെ ആണെങ്കിൽ ശ്രീനിവാസന്റെ കൂടെ ഒന്ന് അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അത്ര ആരോഗ്യം പോരാന്ന് തോന്നുന്നു. പിന്നെ സുരാജ് വെഞ്ഞാറമൂട്, പിന്നെ ഇദ്ദേഹം നമ്മുടെ ഇപ്പോൾ അവാർഡ് ഇന്നലെ കിട്ടിയല്ലോ നാഷണൽ ഇന്ദ്രൻസ് സാറിൻ്റെ കൂടെയും അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നടക്കട്ടെ. അത് എത്രത്തോളം പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷേ എങ്കിലും ആഗ്രഹമുണ്ട്. ഓഡീഷന് പോയിട്ടുണ്ടോ മലയാളം മൂവീസിൻ്റെ? ഇല്ല ഓഡീഷന് നോക്കിയിട്ടില്ല. ഇല്ല ഓഡീഷന് പോയിട്ടില്ല.
പിന്നെ അഭിനയ ജീവിതം ഞാൻ ചെറുപ്പം തൊട്ട് എന്ന് വെച്ചാൽ അതായത് ഞാൻ 4ാം ക്ലാസ് മുതൽ സ്റ്റേജ് കയറിയ വ്യക്തിയാണ്. ആദ്യം ഞാൻ സ്റ്റേജ് കയറുന്നത് 4ാം ക്ലാസ്സിലാണ്. അധ്യാപകനെ സാറിനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്നെ സ്റ്റേജിലേക്ക് കയറ്റിയ അധ്യാപകൻ അതായത് ഒരു കേശവ കെതിലായ എന്ന് പറയുന്ന ഒരു മാഷായിരുന്നു. കന്നഡ നാടകം. അതിൽ ആദ്യമായിട്ട് ഞാൻ വേഷം കെട്ടിയത് ഒരു പെൺവേഷമാണ്. അതും സത്യവാൻ സാവിത്രിയിൽ സാവിത്രി ആയിട്ടാണ് ഞാൻ ആദ്യം വേഷം എടുക്കുന്നത്. പിന്നെ അവിടുന്ന് ഇതുവരെ നാടകാഭിനയം അങ്ങനെ മറ്റു പല കാര്യങ്ങളായിട്ട് ഇങ്ങനെ സ്റ്റേജിലുണ്ട്. ഇപ്പോഴും ഇപ്പോൾ ചെയ്യാറുണ്ടോ നാടകം? ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു നാടകം ഞങ്ങൾ ചെയ്തതാണ്. സ്റ്റേജ് ഷോ ആയിട്ട് ചെയ്യാറ്? സ്റ്റേജ് ഷോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഉത്സവത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇത്രയും കലാപരമായിട്ടുള്ള കഴിവൊക്കെ ഉള്ള ആളല്ലേ, നമുക്ക് കാരവൽ മീഡിയയ്ക്ക് വേണ്ടി ഒരു ഓണപ്പാട്ടായാലോ? കലാപരമായിട്ട് അങ്ങനെ വലിയ കഴിവൊന്നും അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ തന്നെ മാവേലി നാട്ടിലേക്ക് വരുന്നൊരു ഉത്സവമാണല്ലോ. മാത്രമല്ല മാവേലിയുടെ ഭരണകാലത്ത് നാടാകെ സത്യസന്ധവും അല്ലേ, അത് ആത്മാർത്ഥതയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടം ആയിരുന്നു ഈ മഹാബലിയുടെ കാലഘട്ടം, ഭരണകാലം. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള എല്ലാവർക്കും പാടുന്ന ആ പാട്ട് തന്നെ നമുക്ക് പാടാം. ഒരു 2 വരി അത്രേ ഉള്ളൂ. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും ഒട്ടുള്ളതാനും. ഇത്രയും വിലപ്പെട്ട സമയം കാരവൽ മീഡിയയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന്, ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിക്ക് വന്നതിന് 2 പേർക്കും നന്ദി. ഓണാശംസകൾ. അതുപോലെ എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. കൂടാതെ ഞാനും മാഷും ഇപ്പോൾ കാരവൽ മീഡിയയുടെ വെബ് സീരീസായ പഴംപൊരിയിൽ 2 വേഷങ്ങളിൽ ഞങ്ങളും അഭിനയിക്കുന്നുണ്ട്. എല്ലാവരും പഴംപൊരിയുടെ എല്ലാ എപ്പിസോഡുകളും കാണുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം. 2 എപ്പിസോഡ് കഴിഞ്ഞു, ഇനി അടുത്ത എപ്പിസോഡുകളും എല്ലാവരും കാണുക. ഒരുപാട് നന്ദി. എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.